Next is paper electrophoresis. Paper electrophoresis technique or method for the identification of the amino acid. So for this method, it is based upon electrophoresis principle. What is electrophoresis? Migration of a charged matter dispersed in a medium under the influence of an applied electric field is called electrophoresis. Migration of a charged matter dispersed in a medium under the influence of an applied electric field. Applied electric field കൊടുക്കുമ്പോൾ അതിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മീഡിയത്തിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ അക്കോർഡിംഗ് ടു ദിസ് ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ച് ഡിസ്പേഴ്സ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. അമിനോ ആസിഡ് എന്ത് ചെയ്യും? ആസിഡിക് ബഫർ സൊല്യൂഷനിൽ എന്തായിട്ട് മാറും? ഈ ഒരു പോസിറ്റീവ് ചാർജ്ഡ് സ്ട്രക്ചറായിട്ട് അത് മാറും. അന്നേരം എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്, പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടുവേർഡ്സ് ദ കാത്തോഡ്. അപ്പോൾ എന്താണ് ഈ പേപ്പർ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു പേപ്പർ ക്രൊമാറ്റോഗ്രഫി പോലെ തന്നെ, പക്ഷേ പ്രിൻസിപ്പൾ ഈസ് ഇലക്ട്രോഫോറസിസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ സ്ട്രിപ്പ് എടുക്കുക, അതിൻ്റെ ഡ്രോപ്പ് ഓഫ് അക്വസ് അമിനോ ആസിഡ് മിക്സ്ചർ എന്താണ് പിന്നെ അതിലേക്ക് മാർക്ക് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം അതിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, നമ്മൾ ഒരു എന്താണ് ഒരു പെറ്റ് ഡിഷ് പോലെ ഇതൊരു പിന്നെ എന്താണ് ഒരു പോട്ടാണെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു പോട്ടിന് സ്ട്രക്ചർ വരക്കുക. ഇതൊരു പോട്ട്. അപ്പോൾ ഈ പോട്ടിലേക്ക് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഒരു പിന്നെ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു മെറ്റൽ ഒരു പിന്നെ ടേബിൾ പോലെ ഒരു പലക ഇവിടെ ഉണ്ടാവുക. ഇനി എന്താണ് നമ്മൾ പറയുന്നത്? ഇത് ഇവിടെ എന്തുണ്ട്? മീഡിയം, അസിഡിക് മീഡിയം ഉണ്ട്, ബഫർ സൊല്യൂഷൻ ഉണ്ട്. അതിലേക്ക് പേപ്പർ സ്ട്രിപ്പ്, ഒരു പേപ്പർ സ്ട്രിപ്പ് നമ്മൾ ഇതാ ഇങ്ങനെ ഇത് ഒടിച്ചിട്ട് സ്ട്രിപ്പ് നമുക്ക് കിട്ടാൻ നോക്കട്ടെ. ഇങ്ങനെ അടിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ. ഓക്കെ, ഇതൊരു പേപ്പർ സ്ട്രിപ്പാണെന്ന് ഇരിക്കും. ആ പേപ്പർ സ്ട്രിപ്പ് ഇങ്ങനെ ഒടിച്ചിട്ട് കുറച്ച് പാട്ട് ഇതാ ഇതിലേക്ക് ഈ വെള്ളത്തിലേക്കും ഇതിലേക്കും ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ സ്ട്രിപ്പ് ഒടിച്ചു വെക്കാം. ഈ നടുക്ക് എന്ത് ചെയ്യുക? നമ്മൾ അമിനോ ആസിഡ് മിക്സ്ചർ പിന്നെ ഡ്രോപ്പ് ചെയ്യാം, ഡ്രൈ ചെയ്യാം. ഓക്കെ, ഡ്രോപ്പ് ചെയ്ത് പിന്നെ അതിലേക്ക് വേറൊരു പേപ്പർ സ്ട്രിപ്പ് മുകളിൽ വെക്കുക. ആ പേപ്പർ സ്ട്രിപ്പ് ഇതേപോലെ ഒടിച്ചു വെക്കുക. അതിൽ എന്താണ് ഈ നമ്മുടെ എക്സ്പെക്റ്റഡ് അമിനോ ആസിഡ് ഇതേപോലെ തന്നെ രണ്ട് പിന്നെ സ്പോട്ടിൽ ഒഴിച്ചു വെക്കുക. ഇനി അതിലേക്ക് നമ്മൾ എന്താണ് ഇവിടെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ്. നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഒരു നോഡുണ്ട്, കാത്തോഡ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വേറെ ആനോഡാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? അസിഡിക് ബഫർ സൊല്യൂഷനിലാണ് ഇതുള്ളത്. അപ്പോൾ അസിഡിക് ബഫർ സൊല്യൂഷൻ ദിസ് വിൽ ബി ഇത് അസിഡിക് ബഫർ സൊല്യൂഷനിലെ അമിനോ ആസിഡ് മിക്സ്ചേഴ്സ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുക. ഇത് കാത്തോഡാണ്, ഇത് ആനോഡാണെങ്കിൽ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എങ്ങോട്ടേക്ക് പോകും? കാത്തോഡിൻ്റെ സൈഡിലേക്ക് പോകും. അപ്പോൾ എന്താവും? ഇവിടുന്ന് ഒഴിച്ച ഈ ഒരു സ്പോട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ മൂവ് ചെയ്യാം തുടങ്ങും. ഈ സ്പോട്ട് ഇതിങ്ങനെ
ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇത്ര ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ആദ്യം എവിടെയായിരുന്നെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക്. റെഫറൻസും പിന്നെ അതിലുള്ള അമിനോ ആസിഡ് അതേപോലെ തന്നെ മൂവ് ചെയ്യും. അപ്പം ബൈ കമ്പയറിംഗ് ദിസ് റെഫറൻസിന്റെ മൂവ്മെന്റും ഇതിന്റെ മൂവ്മെന്റ് നോക്കി വി ക്യാൻ ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് ദ അമിനോ ആസിഡ്. See, as in a paper chromatography, a drop of aqueous amino acid mixture is kept in the pencil line mark of the edge of the rectangular paper. Similar paper strip containing individual amino acids are also prepared. Strips were dried and saturated with an acid buffer. Saturated with acid but then placed in a glass plate. They are now covered by another glass plate, and the two ends of these paper strips are bent and immersed in the tanker containing buffer solution. And the potential difference apply with some platinum upload in the tank. Migration of positively charged particle to different amino acid take place at a different rates along the paper strip. After a few hours, paper strips are sprayed with anhydride. നേരത്തെ ഉള്ളതുപോലെ തന്നെ മൂവ് ചെയ്യുന്നത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് യൂസിങ് ദിസ് നിൻഹൈഡ്രിൻ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ബ്ലൂ ലൈലാക് സൊല്യൂഷൻ കിട്ടും, സ്പോട്ട് കിട്ടും. അതിൻ്റെ from the comparison of the distance of the spot with those of a reference amino acid, it is possible to characterize this the amino acid present in the mixture. Okay. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഐഡന്റിഫിക്കേഷൻ ഓർ സെപ്പറേഷൻ ഓഫ് അമിനോ ആസിഡ് മിക്സ്ചർ യൂസിങ് പേപ്പർ ക്രോമാറ്റോഗ്രഫി മനസ്സിലായി, പേപ്പർ ഇലക്ട്രോഫോറസിസ് മനസ്സിലായി. ഇലക്ട്രോഫോറസിസിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ മൈഗ്രേഷൻ ഓഫ് ചാർജ്ഡ് മാറ്റർ ഡിസ്പേഴ്സ്ഡ് ഇൻ എ മീഡിയം അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഇലക്ട്രോഫോറസിസ്. സോ പേപ്പർ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ പേപ്പർ ക്രോമാറ്റോഗ്രഫിയിൽ അതിലേക്ക് ആസിഡിക് ബഫർ ഒഴിക്കുക. ആസിഡിക് ബഫർ ഒഴിക്കുമ്പം ഓൾ അമിനോ ആസിഡ് വിൽ ബിക്കം എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആവും. അപ്പോൾ അത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ്ഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് കാത്തോഡിന്റെ സൈഡിലേക്ക് പോസിറ്റീവ് ചാർജ്ഡ് അമിനോ ആസിഡ് മൂവ് ചെയ്യും. അപ്പം ദാറ്റ് വിൽ കമ്പയർ വിത്ത് റെഫറൻസ് അമിനോ ആസിഡുമായിട്ട് കമ്പയർ ചെയ്ത് വിച്ച് ഈസ് ദ അമിനോ ആസിഡ് is to find out, can be find out. Okay, thank you.